ഇനി 2026 എല്ലാ പൂക്കി ബോയ്സിനോടും പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രണയിക്കുമ്പോൾ നമ്മൾ ഈ പെൺകുട്ടികളാണ് പ്രണയിക്കുന്നത്. ഓക്കെ, അവരെ ഒരു പൂക്കിനെസ്സും ആ ഒരു സംഭവമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പ്രണയിക്കുക. ബട്ട് പോകെ 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 ഈ പെൺകുട്ടികളൊരു പെണ്ണാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അവരെന്നെ മാനിഫെസ്റ്റ് ചെയ്യും അവരെന്തോ ഒരു സംഭവമാണെന്നുള്ളത്. ആ ഒരു ചേഞ്ചിങ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഈ സമൂഹം, ഈ സൊസൈറ്റി, ഈ സമൂഹം, ഈ ലോ, പിന്നെ ചുറ്റുള്ള ആൾക്കാരിൽ കൊടുക്കുന്ന ഒരു പ്രത്യേക കൈൻഡ് ഓഫ് ഒരു എനർജി ഉണ്ട്, ഒരു ധിക്കാരം എനർജി. അതായത് അവരെന്തോ സംഭവമാണ്, നമുക്കൊന്നും അവർ തൊടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു 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 എനർജി, ഒരു ഓറ അവർക്കത് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. ലിറ്ററലി ഇന്നത്തെ കാലത്തെ ഏറ്റവും കൂടുതൽ ഡിവോഴ്സിനുള്ള കാരണം ആ ഒരു ഓറയാണ്. ആ ഒരു ഓറ ഇന്നത്തെ സമൂഹം സിസ്റ്റം ലോ പെൺകുട്ടികൾക്ക് ഗ്രാൻഡഡ് ആയിട്ട് കൊടുത്തേക്കാണ്. കാരണം ഒരു പോയിന്റ് കഴിഞ്ഞാൽ അവർക്ക് പെണ്ണാണോ ഒരു കുഴപ്പമില്ല, അൾട്ടിമേറ്റ്ലി ഞങ്ങൾക്ക് എന്തും ആവാം. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് കുറേ ചെക്കന്മാർ പെൺകുട്ടികളെ പിന്നാലെ നടക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞ വിഷമമാവും. കാരണം ഒരു പെൺകുട്ടി വിചാരിച്ചാൽ മതി ഒരു ചെക്കൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ. ഒറ്റൊരു പെൺകുട്ടി ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ചെക്കന്മാർ സൂക്ഷിക്കുക, മുന്നോട്ട് പോകുമ്പോൾ സൂക്ഷിച്ച് മുന്നോട്ട് വേണം മുന്നോട്ട് പോകാൻ.